ഹായ്. ഇന്ന് നമ്മൾ ഹോസ്പിറ്റൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. പക്ഷേ ഹോസ്പിറ്റൽ കാണിക്കൽ മാത്രം നടന്നില്ല, ബാക്കിയെല്ലാം നടന്ന് ഫുഡടിയും പർച്ചേസിങ്ങും എല്ലാം. അതിന് നമ്മളൊരു കോഫിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കോട്ടക്കൽ ഹണി കേക്കിലായിരുന്നു കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ഇനിയിപ്പോൾ കേക്കിൻ്റെ ആയാലും ഡെസേർട്ടിൻ്റെ ആയാലും ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ട്, പറയണ്ടല്ലോ. പിന്നെ അവിടുത്തെ വർക്കും കാര്യങ്ങളാണെങ്കിൽ അതും സൂപ്പറാണ് കേട്ടോ. ഓരോ ഇൻറ്റീരിയൽ വർക്കാണെങ്കിലും എല്ലാം പൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിസ്താഷിൻ്റെ കേക്കായിരുന്നു കേട്ടോ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നത്. പല വെറൈറ്റി കേക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കാൻ വെച്ച് അങ്ങനെ കൊടുത്തതാണ്. പിന്നെ ഞാൻ പറഞ്ഞാൽ ഇൻറ്റീരിയൽ വർക്കൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സെലിബ്രേഷൻ ഹാളാണെങ്കിൽ അതും പൊളി തന്നെയാണ് കേട്ടോ. നമുക്ക് പാർട്ടി, ബർത്ത്ഡേ അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു അറേഞ്ച്മെൻറ്റ്സ് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കപ്പിൾസിനൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന അതാണെങ്കിൽ അങ്ങനെയുണ്ട് കേട്ടോ. നമുക്ക് കേക്കൊന്ന് കഴിച്ച് നോക്കാം. അവിടുത്തെ ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതൊക്കെ. നല്ല സൂപ്പർ ടേസ്റ്റാട്ടോ കഴിക്കാനായിട്ട്. പിന്നെ അവിടുത്തെ വർക്കിൻ്റെ കാര്യം തന്നെയാണ് പിന്നെ പറയാനുള്ളത്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എനിക്ക്. അവിടെ വെറുതെ ഇങ്ങനെ പോയിരിക്കാനൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു 2 കേക്കൊക്കെ വാങ്ങിച്ചിട്ട് പോന്ന്. അത് കഴിഞ്ഞതിന് ശേഷം നേരെ പോയിട്ടുണ്ടായിരുന്നത് കോട്ടക്കൽ നെസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. പിന്നെ അവിടെ കയറിയിട്ടില്ലായിരുന്നു, കോട്ടക്കൽ നെസ്റ്റോയിൽ കയറിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഒക്കെ ഒന്ന് കാണുകയും ചെയ്യുക, സാധനങ്ങൾ പർച്ചേസും ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളാണെങ്കിലും മക്കൾക്ക് കളിക്കാനുള്ള ടോയ്സുകളാണെങ്കിലും ഒക്കെ നല്ല സൂപ്പറായിട്ടുള്ള സാധനങ്ങളുണ്ട്. പിന്നെ വാൾപേപ്പർ, മിററ്, പിന്നെ ഫ്രെയിം, അങ്ങനെ പല ഐറ്റംസുകൾ ഓരോന്ന് എടുത്ത് പറയാൻ കഴിയില്ല, അത്രയ്ക്കും ഉണ്ട്. പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ഫാഷൻക്കായിരുന്നു കേട്ടോ. പിന്നെ കയറുന്നിടത്ത് തന്നെ അതേപോലെ വള, മാല, ബാഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് നേരെ പോകുന്നത് ഒരു പെറ്റ് ഷോപ്പൊക്കെ ആയിരുന്നു. ഒരു 2 കിളികളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ പോകുന്നതാണ്. നമ്മളെ വീട്ടിൽ 2 കിളികളുണ്ട്, പക്ഷെ ബൈക്ക് ഒരു 2 കൂടെ ഒക്കെ കിട്ടുമ്പം കുറച്ച് ഉണ്ടാവും, നല്ല ഭംഗിയാണല്ലോ. അല്ല സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു 2 ആകുമ്പോൾ കുഴപ്പമില്ല. അതിക്ക് 2 കൂടെ ആകുമ്പോൾ ഒന്നും കൂടെ ഉഷാറാവെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങാൻ പോയതായിരുന്നേ. പല ഐറ്റംസ് കിളികളുണ്ട് കേട്ടോ അവിടെ. ഇനിയിപ്പോൾ ഫിഷാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയുള്ള ഫിഷുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ വാങ്ങിയ കിളികളാണ് ഇട്ടത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.